ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഒരു 2-3 വാക്യം വായിക്കാം. കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ വർണ്ണിക്കുമ്പോൾ ശത്രു തോറ്റോടിപ്പോകുന്നത് നമുക്ക് കാണാം. സങ്കീർത്തനം 16-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഞാൻ വായിച്ചത് 16-ാം സങ്കീർത്തനം 2, 3, 4 വാക്യം. കർത്താവ് എന്താണ് പറയുന്നത് വെച്ചാൽ, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവാകുന്നു, കർത്താവ് ആ യേശു എൻ്റെ ദൈവം ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, ഭൂമിയിൽ എത്രയോ പേർ യേശുവിനെക്കുറിച്ച് പറയുന്നു, അവരൊക്കെ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അന്യദേവന്മാരെ വർദ്ധിക്കുകയാണെങ്കിൽ അവരുടെ നടപ്പ് കുറച്ചു കാലമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആര് കാണും? യേശു അപ്പച്ചനല്ലാതെ വേറെ ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അതുപോലെ യഹോവയല്ലാതെ, കർത്താവല്ലാതെ എനിക്കൊരു നന്മയുമില്ല. യഹോവയല്ലാതെ എനിക്കൊരു നന്മയുമില്ല. ഒരു നന്മ നമ്മൾ നന്മ ചെയ്യുമ്പോൾ കർത്താവ് യഹോവ നമ്മൾ പ്രസാദിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ നമ്മൾ നല്ലവരായിട്ട് ആക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരുടെ മുൻപിൽ പരദൂഷണം പറയുകയും റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം പബ്ലിസിറ്റി കൊടുക്കുന്നതുമൊക്കെ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യം, ദൈവത്തിന് നടപ്പിക്കുന്നതല്ല. അതുകൊണ്ട് അവരുടെ വേദനകൾ വർദ്ധിക്കും. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഭൂമിയിലെ വിശുദ്ധന്മാരോ, എത്രയോ പേർ യേശുവിനെക്കുറിച്ച് പറയുന്നു, അവരൊക്കെ വിശുദ്ധന്മാരാണ്. അവർ പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ആർക്ക്? യഹോവയ്ക്ക്. ദാവീദിൻ്റെ സങ്കീർത്തനം, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എനിക്ക് വെളിച്ചം. എൻ്റെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന കർത്താവ്. കർത്താവ് യഹോവ മുൻപായി പോയ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു യഹോവയാണ്. അന്യദേവന്മാരെ കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ വേദനകൾ ദിവസം തോറും വർദ്ധിക്കും. അതുകൊണ്ട് അന്യദേവന്മാരെ നാം കൈക്കൊള്ളേണ്ട ആവശ്യമില്ല. ദൈവത്തെ അറിയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾക്ക് നോക്കുമ്പോൾ അവർ അനേക വിഷമങ്ങളും പ്രയാസങ്ങളും കൂടി കടന്നു പോയിട്ടാണ് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം അവർക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. വിശുദ്ധന്മാരെല്ലാം അവർക്ക് പ്രസാദകരമായി തീരും. അതുകൊണ്ട് ഈ നല്ല നാളിൽ നാം ഈ വാക്യങ്ങൾ ധ്യാനിക്കാം. സങ്കീർത്തനം 16-ാം അധ്യായം 2, 3, 4 വാക്യം വായിച്ചു. അന്യദേവന്മാരുടെ പിറകെ പോകുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അതുകൊണ്ട് അന്യദേവന്മാരെ നാം ആശ്രയിക്കേണ്ട. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവവുമാകുന്നു. മുഖപ്രകാശ രക്ഷയാണ് യഹോവ, നമ്മുടെ മുഖപ്രകാശ രക്ഷ. യഹോവ നമ്മുടെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു കർത്താവ്. ഇനി തീയിലായാലും വെള്ളത്തിലായാലും എവിടെ ആയിരുന്നാലും ദൈവം അതിൻ്റെ മതിൽ ചാടിക്കടക്കുന്ന ഒരു കൃപ ദൈവം നമ്മൾക്ക് തരുന്നതാണ്. ശത്രുവിൻ്റെ മുൻപിൽ മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവ് യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് പ്രതിഫലം തരും. നിശ്ചയം യഹോവ നമുക്ക് പ്രതിഫലമായി മാറും. ആമീൻ, 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 ആമീൻ.